ഇപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോൾ വലിയ ദുരിതത്തിലാണ്. അവിടെ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണം സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് വായു മലിനീകരണ തോത് പോകുന്നത്. ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിലെ വായു നിലവാരം അപകടകരമായ നിലയിലാണ്. ഇന്ന് പുലർച്ചെ 5:30 രാജ്യതലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ശരാശരി AQI എന്നത് 345 അതായത് 200-ന് മുകളിൽ ആണ് AQI എങ്കിൽ തന്നെ അത് ഗുരുതരമാകുന്ന സാഹചര്യം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്നലെ പലയിടത്തും 500-ന് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. 500-ന് മുകളിൽ എന്ന് പറഞ്ഞാൽ അത് ശ്വസിക്കരുത് എന്നുള്ള നിലവാര സൂചിക ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വായു ശ്വസിക്കാനേ പാടില്ല എന്നുള്ളതാണ്. സർക്കാർ കൃത്രിമ മഴ ഉൾപ്പെടെ പെയ്യിപ്പിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനാണ് ആലോചിക്കുന്നത്. അജയ് സുധാ ബിജു ആണ് ചേരുന്നത്. അജയ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പരിഹാരം എന്നത് കൃത്രിമ മഴ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അപകടകരമായ ഈ വായു നിലവാര സൂചികയിൽ മാറ്റമുണ്ടാക്കും. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഭൂമിയിലേക്ക് പതിക്കും. അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. അതിന് സാങ്കേതികമായി ഈ ബോർഡിൻ്റെയൊക്കെ അനുമതി വേണം. അന്തരീക്ഷ മലിനീകരണ ബോർഡ്, നിയന്ത്രണ ബോർഡിൻ്റെയൊക്കെ അനുമതി വേണം. അത്തരം അനുമതികളൊക്കെ സർക്കാരിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? നീക്കങ്ങൾ ഏത് നിലയിലാണ്? അഭിലാഷ്, ഈ ഒരു വായു മലിനീകരണ പ്രശ്നം അത് സാധാരണ ഏറ്റവും രൂക്ഷമായി ഡൽഹിയെ ബാധിക്കുന്നത് ഡിസംബർ സമയത്താണ്. എന്നാൽ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഈ ദീപാവലിക്ക് ശേഷം വലിയൊരു പ്രശ്നം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ ദീപാവലി ഈ സമയമുള്ള ഒരു മലിനീകരണത്തിൻ്റെ നിരക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെയുള്ള ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഡൽഹി നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ശരാശരി AQI 345 പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയൊക്കെ 400-ന് മുകളിൽ AQI ഉയരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ 500-ന് മുകളിൽ വരെ അത് ഉയർന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് ഡൽഹി ക്യാപിറ്റൽ റീജിയൻ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും അത്തരമൊരു അവസ്ഥയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ സാധാരണ ഇത്തരത്തിൽ ഈ ഒരു അന്തരീക്ഷ വായു നിലവാരം അത് കുറഞ്ഞു പോകുന്നതിൽ പലരും കുറ്റപ്പെടുത്തുന്നത് ഈ കർഷകർ ഈ വിളകൾ കത്തിക്കുന്നതിനെ പറ്റിയിട്ടാണ്. പക്ഷേ എന്നാൽ ഇത്തവണ ആ ഒരു വിളകൾ കത്തിക്കുന്നത് മുൻ വർഷത്തേക്കാൾ വളരെയധികം താഴ്ന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് ദീപാവലിയുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ്. സുപ്രീം കോടതി കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ ഗ്രീൻ ക്രാക്കേഴ്സ് മാത്രമേ പൊട്ടിക്കാവൂ എന്നുള്ളത്. എന്നാൽ ഗ്രീൻ ക്രാക്കേഴ്സ് പൊട്ടിച്ചിട്ടും ഈ വായു നിലവാര സൂചിക അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അത് ഡിസംബർ എത്തുന്നതിന് മുൻപ് തന്നെ വളരെ മോശമാകുന്ന അവസ്ഥയിലേക്കാണ് പോയത്. ഇനി ഡിസംബർ എത്തുമ്പോൾ ഏത് നിലയിലായിരിക്കും എന്നതിനെ പറ്റിയിട്ടാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത്. ഇന്ന് രാവിലെ തലസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം തളിക്കുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ഇനി വ്യാപകമായി കൃത്രിമ മഴ പെയ്ച്ച് ഈ പുകമഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈ അന്തരീക്ഷ വായു നിലവാരം അത് പഴയപടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും നടത്തണം എന്ന് തന്നെയാണ് ഡൽഹി സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ ഇതിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വെള്ളം തളിക്കുന്നത് വഴി കുറച്ച് ഒരു ചെറിയൊരു ആശ്വാസം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. PM 2.5 ഉൾപ്പെടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് അതിന് വെള്ളം തളിക്കുന്ന പ്രക്രിയ കൊണ്ട് മാത്രം മതിയാകില്ല. അതിന് കൂടുതൽ കർശനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വേണ്ടിവരും. ഇന്ന് രാവിലെ തന്നെയുള്ള ഈ PM 2.5-ൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ അത് 488 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ ആണ്. ഇത് ഇപ്പോൾ അന്താരാഷ്ട്ര സൂചികയൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് 100 മടങ്ങ് അധികമാണ്. WHO നിർദ്ദേശിക്കുന്ന പരിധിക്ക് എല്ലാം പല മടങ്ങ് മുകളിലാണിത്. അതുപോലെ തന്നെ ഈ ഡൽഹിയിലെ വായു നിലവാര സൂചിക, ഇന്ത്യൻ ഈ ഒരു വായു നിലവാരം കണക്കാക്കുന്ന സൂചിക അത് നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സും അമേരിക്കൻ സ്റ്റാൻഡേർഡ്സും വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആണ്. എന്നാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് വളരെയധികം ഗുരുതരമായിട്ടുള്ള വെരി പുവർ കാറ്റഗറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 500-ന് മുകളിൽ പോയി ഹസാഡസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരെ പല സ്ഥലങ്ങളിലും എത്തിയിരുന്നു. ഇത് തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഒരു ദിവസം 10 or 20 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഡൽഹിയിലെ ഓരോ നിവാസികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുള്ളത് പ്രായമായവരും കുട്ടികളും എല്ലാം വീടിനകത്ത് തന്നെ പരമാവധി തുടരണം എന്നുള്ളതാണ്. ഇത്തരക്കാർ മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാവൂ. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളോടും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ ഈ വ്യായാമം പോലെയുള്ള കാര്യങ്ങളെല്ലാം പൊതുസ്ഥലങ്ങളിൽ ചെയ്യാവൂ എന്നും സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതേസമയം ഈ ഒരു ഇത്തരത്തിൽ ഈ സമയത്ത് തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇത്രയധികം വായു നിലവാരം താഴേക്ക് പോയതിൽ ആം ആദ്മി പാർട്ടി
BJPയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സർക്കാരിൻ്റെ ഈ മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങൾ അതൊന്നും ഫലവത്തായില്ല എന്ന് AAP ആരോപിക്കുന്നുണ്ട്. എന്നാൽ മുൻ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളാണ് സ്ഥിതിഗതികൾ ഇത്ര വഷളാക്കിയതെന്ന് BJPയും തിരിച്ചടിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റണ്ടും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അഭിലാഷ്, യെസ്, തീർച്ചയായും ഡൽഹിയിലെ വായു മലിനീകരണം എന്നത് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശ്വാസകോശത്തിന് ദോഷകരമാകുന്ന തരത്തിലുള്ള അവസ്ഥ. മാത്രമല്ല, അജയ് സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിലെയും ഹരിയാനയിലും ഒക്കെ കർഷകർ അവർ വിളവെടുപ്പിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ഈ വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന കച്ചി എന്ന് പറയുന്നൊരു അതിപ്പോൾ കരിമ്പാകട്ടെ അല്ലെങ്കിൽ ചോളമാകട്ടെ അതൊക്കെ കത്തിച്ച് കളയുകയാണ് ചെയ്യുക. അങ്ങനെ കത്തിക്കുമ്പോൾ ആ പുക കൂടിയാണ് ഡൽഹിയിലേക്ക് എത്താറുള്ളത്. അതുകൂടി എത്തുമ്പോൾ സ്ഥിതിഗതികൾ രൂക്ഷമാകും. പക്ഷേ ഇപ്പോൾ കർഷകർ വലിയ നിയന്ത്രണത്തിൽ ആണ്. ഒപ്പം ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ മലിനീകരണ തോത് കുറയുന്നില്ല എന്നതാണ് അവിടുത്തെ പ്രത്യേകത.